ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് പേടിയാവുന്നു മമ്മി, എനിക്ക് പേടിയാവുന്നു. മോളെ, ഇവിടെ ഒന്നും ഇല്ല. മോള് സ്വപ്നം കണ്ടതാ. കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഓർത്ത് കിടന്നു നീ. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർക്കുന്നേ? അതുകൊണ്ടല്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം നിർമ്മലേ? അതെ, ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ? നേരം വണ്ണം ഭക്ഷണം കഴിച്ചിട്ടില്ല. കിട്ടുന്നെന്താ പാലും പഴവും. ഞാനെന്താ തത്തമ്മയോ? ഞാനല്ലല്ലോ ഇതെല്ലാം തീരുമാനിക്കുന്നത്, നിന്റെ അമ്മയല്ലേ? പക്ഷെ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുന്നു തീരുമാനിക്കുമായിരുന്നു. അതെന്തിന്? നീ ചെയ്തിട്ടുള്ള തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. ഞാനത് എഴുന്നു വാങ്ങേണ്ട കാര്യമുണ്ടോ? ഓ, ഇപ്പൊ അങ്ങനെയാണോ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, എനിക്ക് കിടക്കണം. നിനക്ക് വ്രതമല്ലേ? വ്രതം എടുക്കുമ്പോ നമ്മൾ ഒരുമിച്ച് കട്ടിൽ കിടക്കാൻ പാടില്ല. ആര് പറഞ്ഞു കട്ടിൽ ഒരുമിച്ച് കിടക്കണമെന്ന്? നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇന്നു മുതൽ വരാന്ത ചെന്ന് കിടക്ക്. വരാന്തേല? പിന്നല്ലാണ്ട്. അപ്പോഴേ നിങ്ങക്ക് മനസ്സിലാവൂ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താന്ന്. ചെല്ലു പോ, പുറത്തേക്ക് പോ. എന്റെ നിർമ്മല, നീ വേണമെങ്കിൽ ഈ കട്ടിലിൽ കിടന്നോ, അതിനെനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഈ തറയിൽ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം. അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും നീ എന്നെ അടിച്ച് പുറത്താക്കിന്നു. അയ്യോ, അതിന്റെ പേരിലുള്ള നാണക്കേട് ഞാൻ അങ്ങ് സഹിച്ചോളാം. ചെല്ലാൻ നോക്ക്, പോ. നിർമ്മല, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. വേണ്ടെന്ന് പറഞ്ഞ വേണ്ട. ഇന്ന് കട്ടിലിൽ ഞാൻ കിടക്കും, നിങ്ങൾ വരാന്തേ കിടക്കും. പോവാൻ നടക്കില്ല. നിന്നോട് ആരാ കട്ടിലേ വന്ന് കിടക്കാൻ പറഞ്ഞേ? പിന്നെ ഞാനവിടെ കിടക്കും. ഗാതമോൾ അനുഷ്ഠിക്കുന്ന വ്രതങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നീയും ചെയ്യണോന്നാ പറഞ്ഞിരിക്കുന്നേ. മര്യാദക്ക് എന്റെ കൂടെ വാ. അമ്മ, ഞാൻ ഇവിടെ കിടന്നോളാം പ്ലീസ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വാ ഇങ്ങോട്ട്. ഉദയൻ ആ കട്ടിലേ കിടന്നു കേട്ടോ. വാ ഇങ്ങോട്ട് വാ. അവളെ വെറുപ്പിച്ചിട്ടാണെങ്കിലും തൽക്കാലം കട്ടിൽ എനിക്ക് കിട്ടി. അമ്മ അവളെ ഏത് നരകത്തി കൊണ്ടുപോയി കിടത്തിയാലും എനിക്കെന്ത്? എന്ത് സുഖം, എന്ത് സുഖം. ഇങ്ങോട്ട് വാ. അമ്മേ, ഒന്ന് വിട്. നീ ഇവിടെ കിടന്നോ? ഈ വെറും പായില്ലോ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഗാതമോൾ അവിടെ പൂജാമുറിയുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. പോയി നോക്കി വന്നിട്ട് അതുപോലെ ചെയ്താ മതി. ഓ പ്ലീസ്, എന്റെ അമ്മേ, എനിക്ക് അവളെ നോക്കിയൊന്നും പഠിക്കണ്ട. എന്നാ പിന്നെ തനി അങ്ങ് ചെയ്തോ. എഴുന്നേറ്റെങ്ങാനും പോയിട്ടുണ്ടെങ്കില് 41 ദിവസത്തെ വ്രതം ഞാൻ 101 ദിവസത്തെ വ്രതമാക്കി മാറ്റും. എന്താ വേണോ? വേണ്ട. എന്നാ വന്ന് കിടക്ക്. അയ്യോ, ഏത് ഗതികെട്ട നേരത്താണാവോ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ തോന്നിയത്. എന്താ മോളെ? ഞാൻ ഇവിടെ കണ്ടതാ. എന്നിട്ട് എന്റെ കാലിൽ കുത്തി മമ്മി. എനിക്ക് പേടിയാവുന്നു മമ്മി, എനിക്ക് പേടിയാവുന്നു. മോളെ, ഇവിടെ ഒന്നും ഇല്ല. മോള് സ്വപ്നം കണ്ടതാ. കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഓർത്ത് കിടന്നു നീ. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർക്കുന്നേ? അതുകൊണ്ടല്ലേ. ഞാൻ കൃഷ്ണ പാമ്പ് കത്തി മരിക്കുമെന്ന് ചോദിച്ചതുകൊണ്ടാണോ?
അതും ഒരു കാരണമാവാം. ആരുടെ മരണം നമ്മൾ ആഗ്രഹിക്കണ്ട. നമ്മുടെ നിവൃത്തികേട് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു പോയതാ. മോളുടെ നന്മയ്ക്കായിട്ട് ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോ മോൾ അങ്ങനെ ക്രൂരമായിട്ട് സംസാരിക്കാൻ പാടുണ്ടോ? മനസ്സിലായോ നിനക്ക്? എപ്പോഴും ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുമോ മമ്മി? സർപ്പശാപം അവൾക്കല്ലേ, പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ കാണുന്നേ? അതിന് മറുപടി പറയാൻ എനിക്ക് അറിയില്ല മോളെ. അതൊക്കെ മനസ്സിന്റെ തോന്നലുകളല്ലേ. ഇനി ഏതെങ്കിലും ഡോക്ടറിന്റെ അടുത്ത് വല്ലതും പോണോ മനസ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? വേണ്ട 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 വേണ്ട, ഞാനിനി ഒന്നും ഓർക്കുന്നില്ല. എനിക്ക് പേടിയാ മമ്മി. മോൾ ഇങ്ങ് വന്നേ, വാ ഇരിക്കേ. മമ്മിയുടെ മടിയിൽ കിടന്നോ, അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ. മമ്മി മമ്മി ഇന്ന് എന്റെ കൂടെ തന്നെ ഉണ്ടാവോ? ഉണ്ടാവും. എനിക്ക് നീയല്ലാതെ പിന്നെ വേറെ ആരോ ഉള്ളത്? വാ കിടക്ക. ഗോപാല, ഗോപാല, എന്തോ ഒന്നിങ്ങ് വന്നേ. എന്താ തങ്കം? ഇത് കൃഷ്ണമോൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. എങ്കി പിന്നെ കൃഷ്ണമോള് വന്നപ്പോ തങ്കേച്ചിക്ക് അത് കൊടുക്കായിരുന്നില്ലേ? ഇനിയിപ്പോ ഇതിന്റെ ആവശ്യമൊന്നും അവക്കില്ല. കല്യാണ ദിവസം നമ്മൾ കണ്ടതല്ലേ, ദേഹം നിറയെ ആഭരണങ്ങളിട്ട് അവള് നിൽക്കുന്നത്. അതിനൊന്നും ഒരു കുറവുള്ള സ്ഥലമല്ലല്ലോ കളരിക്കല്. ഗോപാലിനൊരു കാര്യം ചെയ്, ഇത് കൊണ്ടുപോയി വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്. എനിക്ക് കുറച്ച് കാശ് വേണം. അതിനിപ്പോ എന്തിനാ തങ്കത്തിന് കാശ്? ആവശ്യമുണ്ട്. ഗോപാലൻ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്. തങ്കേച്ചി കാര്യം എന്താണെന്ന് പറയേ. 1-2 ദിവസം കഴിഞ്ഞാല് കൃഷ്ണമോള് നവീനെയും കൂട്ടി ഇങ്ങോട്ട് വരും.